അബുദാബിയിലെ ബാഹിയിലുള്ള ഗ്രേഷ്യ ഫാംസിൽ പോയ ചെറിയൊരു വീഡിയോ. അബുദാബിയിൽ നിന്നൊരു 30 minutes ഡ്രൈവ് ഉണ്ട് ഇങ്ങോട്ടേക്ക്. ഇവിടെ എൻട്രൻസ് ഫീ 20 dirhams ആണ്. പക്ഷേ അതിൽ ഈ കുട്ടികൾക്കുള്ള ആനിമൽ ഫീഡിങ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസിൻ്റെ ഏരിയ. ഇവിടെ നല്ലൊരു ഇങ്ങനെ കണ്ട വള്ളി ഇങ്ങനെ വിടർത്തിയിട്ട് അതുകൊണ്ട് നല്ല ഷെയ്ഡുണ്ട്. ഇപ്പോൾ രാവിലെ മുതൽ ഇത് ഓപ്പണാണ്. പക്ഷേ ഒരു ഈവനിങ് ടൈം പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ വള്ളി ഇങ്ങനെ വിടർത്തിയത് അതിൻ്റെ മേലെ ഉണ്ടായ ഒരു കായാണിത്. ഇത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഫ്രൂട്ടാണോ വെജിറ്റബിളാണോ തിന്നാൻ പറ്റുമോ ഒന്നും അറിയില്ല. ഇതൊരു ചെറിയ റൂമാണ്. റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇതാണ് അടിപൊളി. ഇത് ബുക്കിനെ കൊണ്ട് ഇങ്ങനെ ബ്രാഞ്ച് പോലെ ആക്കിയിട്ട് വെച്ച് ഇത് ഒറിജിനൽ ബുക്കാണോ എന്ന് അറിയില്ല. ഇത് കണ്ട പുളിമരം നമ്മുടെ നാട്ടിലെ പോലെ. ഇത് ഒരു അമ്മ ആടു കുട്ടിയാടു നല്ല ഒരു പാല് കുടിക്കുന്നുണ്ട്. അങ്ങനെ വീഡിയോ എടുത്ത് കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ സൈഡ് നാക്കുന്ന കേട്ടത്. നോക്കുമ്പോൾ ഇതാ ഹോഴ്സ് റൈഡ്. അതിൻ്റെ അകത്ത് ഹോഴ്സ് റൈഡിങ്ങും ഉണ്ട്. അതിന് എക്സ്ട്രാ പൈസ വേണോ? നമ്മൾ പോയിട്ടില്ല. ഇത് കണ്ട ചെറിയൊരു ഏരിയ. ഇത് മറ്റേ ഡക്കിനായിട്ടുള്ള ഏരിയ. കുറച്ച് ഫാം അനിമൽസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതാ കുറച്ച് തുർക്കി കോഴികൾ. ചെറിയ മക്കൾക്കെല്ലാം നല്ല തന്നെ പോയാൽ. ഇതൊരു അടിപൊളിയാണ് കാണാൻ. കോയിൻ്റെ തന്നെ വേറൊരു ടൈപ്പ്. ഇത് ഹോസ്. ഇതെപ്പോഴും കാണുന്ന എല്ലായിടത്തും കാണുന്ന ഹോസ് തന്നെ. പിന്നെ ഇതിങ്ങനെ കുറേ വാക്ക് വേ ഉണ്ട്. ഇങ്ങനെ കുറേ ബ്രിഡ്ജെല്ലാം ആയിട്ട്, കുറച്ച് ബ്രിഡ്ജസ് ഇതെല്ലാം ആയിട്ട് കൂടുതൽ പ്ലാന്റ്സ് തന്നെ ഉള്ളത്. പിന്നെ നല്ലൊരു നാട്ടിലെല്ലാം പോയൊരു വൈബ്. ഈവനിങ് ആയതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റും നല്ല കാറ്റെല്ലാമായിട്ട് നല്ല രസമുണ്ട്. ഇപ്പോൾ കുറച്ച് ഫ്രണ്ട്സും ഫാമിലിയും എല്ലാം ആയിട്ട് കുറേ ആൾക്കാർ പോകുന്നെങ്കിൽ കുറേ സമയം അവിടെ തന്നെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുമ്പോഴാണ് വേറൊരു ബ്രിഡ്ജ് കണ്ടത്. അപ്പോൾ അതിൻ്റെ മേലെ കയറാൻ നിൽക്കുമ്പോൾ ഇതാ ഒരു ഫ്രോഗ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്വിം ചെയ്യുന്നു. അപ്പോൾ ഈ വെയിലെല്ലാം നിൽക്കുമ്പോൾ ഇതെല്ലാം നല്ല രസമുണ്ട്. നാട്ടിലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടെ ഇതെല്ലാം കാണും. പക്ഷേ ഇവിടെ ഈ ഫ്ലാറ്റിലെല്ലാം നിൽക്കുന്ന സമയത്ത് ഇതെല്ലാം കാണുമ്പോൾ നല്ല എന്താ പറയുക, കുട്ടിക്കെല്ലാം ഒരു അത്ഭുതമായിട്ട് തോന്നും. ഫ്രോഗെല്ലാം കുറേ ഉണ്ട്. അടാടി ഇങ്ങനെ ജമ്പ് ചെയ്യുന്നുണ്ട്. അതിന് ഇത് ഉണ്ട്. മീനുകളും ഉണ്ട് അതിൻ്റെ അകത്ത്. നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിന് പിന്നെ ഇവിടെ ബർത്ത്ഡേ പാർട്ടീസ് എല്ലാം നടത്താനുള്ള ഹോള് അവൈലബിൾ ആണെന്ന് പറഞ്ഞത് ആ എൻട്രൻസിൽ അയാൾ. ഇവിടെ കുറേ റിനോവേഷൻസ് നടക്കുന്നുണ്ട് ഇപ്പോൾ. ഫുള്ള് പണിക്കാറും ഇതെല്ലാം ആയിട്ട്. ഇതുണ്ട് നല്ലൊരു പോണ്ട് പോലത്തെ ഒരു ഏരിയ. ഇങ്ങനെ ഫൗണ്ടൻ എല്ലാം ആയിട്ട്. കുറച്ച് മുന്നോട്ടേക്ക് നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ കയറാൻ പറ്റും. അങ്ങനെ ഇതിൻ്റെ മേലെ കയറിയിട്ട് നമ്മൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല സൺസെറ്റിൻ്റെ സമയത്തെല്ലാം പോയാൽ സൂപ്പറാണ് കേട്ടോ. താഴെ മേലെ എത്തിയപ്പോൾ അടിപൊളി വ്യൂ. നല്ല കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത്. ആരുമില്ല നമ്മൾ പോയ ദിവസം. അതുകൊണ്ട് നല്ല നമ്മൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആകെ 1-2 ഫാമിലീസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതുകൊണ്ട് ഇവർ സ്ക്രാപ്പിനെ കൊണ്ട് ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അടുത്ത് പോയപ്പോഴാണ് മനസ്സിലായത് ഇത് കീബോർഡ്, പഴയ കീബോർഡ്, ഫോണ്, അങ്ങനത്തെ ഓരോ സാധനങ്ങൾ. ഇതാ ടയറ്. എന്നിട്ട് ഷെയ്ഖ് സായിദിൻ്റെ വലിയൊരു സ്റ്റാച്യു പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ. കുറച്ച് മുന്നോട്ട് കിടന്നപ്പോൾ ഇതാ വേറൊരു സാധനം വാട്ടർ ബോട്ടിലിനെ കൊണ്ട് വലിയൊരു ബോട്ട് പോലെ ആക്കിയിട്ട് വെച്ചിന്. ശരിക്കും പറഞ്ഞാൽ ആ ബോട്ടിൻ്റെ ഉള്ളിൽ ബാത്റൂംസാണ്, പുതിയ ബാത്റൂംസ്. അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അവിടെ കുറേ. വാട്ടർ ബോട്ടിൽസിനെ കൊണ്ട് നല്ലോണം ചെയ്തിന് അവരത്. പിന്നെ ഇതാ മോനെ വലിയ ഫുട്ബോളിൻ്റെ ടർഫ്.
പക്ഷെ ഇതെല്ലാം പൂട്ടിയിട്ടിട്ടാണ് ഉള്ളത്. എപ്പോഴാണ് അവർ ഓപ്പൺ ആക്കി തരാമെന്ന് അറിയില്ല കേട്ടോ. അതിന് ഫോണാറ്റം ചെയ്തിട്ട് അന്വേഷിക്കണം ഇവിടെ. പിന്നെ കുട്ടിക്ക് വേണ്ടുന്ന പ്ലേ ഗ്രൗണ്ട് അവനെ പറയണ്ട, വലിയ ഏരിയ. ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാം ആയിട്ട് ഗെറ്റ് ടുഗദർ ചെയ്യാൻ പറ്റുന്ന ഏരിയ. ഒരു കാറ് കണ്ടപ്പോൾ ഇങ്ങനെ അവിടെ ഷോന് വെച്ചപ്പോൾ വീഡിയോ എടുത്തതാണ്. ഇതൊരു പഴയ പാട്ട വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. അതിന് എനക്കൊന്ന് യൂസ് ചെയ്തിട്ട് വർക്ക്ഷോപ്പിൽ നിന്നിട്ട് എടുത്തോണ്ട് വന്നിട്ട് വെച്ചതാന്ന് തോന്നുന്നുണ്ട്. ഇതാന്ന് ഞാൻ പറഞ്ഞ വലിയ പ്ലേ ഏരിയ. സീസോസ് ഉണ്ട്, സ്വിങ്സ് ഉണ്ട്, സ്ലൈഡ് ഉണ്ട്, അത്യാവശ്യം ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുണ്ട്. ചെറിയ ചെറിയ ബ്ലോക്സ് പോലത്തത്. പിന്നെ ഇത് കാണുന്നത് മറ്റേ നമ്മൾ ഹാൻഡോട് ഇങ്ങനെ ഫുട്ബോൾ കളിക്കൂല, ആ സാധനം, ആ ടേബിൾ പോലത്തെ. പിന്നെ ഇരിക്കാൻ കുറേ ബെഞ്ചസ് ഉണ്ട്. ഇതാ ടയറിൻ്റെ സ്വിങ്സ് ഉണ്ട്. ഷട്ടിൽ ബാറ്റ്സ് ഇട്ടിട്ടുണ്ട് അവിടെ. അതാ ഷട്ടിൽ ബാറ്റ്സ് ഉണ്ട്. എന്തെല്ലാം ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ പോയപ്പോൾ ആരും ഉണ്ടായിട്ടില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആദ്യം പറഞ്ഞ പോലെ ഇതാ വലിയ വലിയ ബ്ലോക്സ് ഉണ്ടോ കുട്ടികൾക്ക് കളിക്കാൻ. ഈവനിങ് 7 o'clock വരെ ഫാം ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ കുട്ടികളെല്ലാം എൻജോയ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോക്കായി.